വിഷു ബമ്പർ ഭാഗ്യശാലിയെ കണ്ടെത്തിയിട്ടുണ്ട്. കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി പൊന്നനാണ് 12 കോടി രൂപ വിഷു ബമ്പർ അടിച്ചിരിക്കുന്നത്. ഷമീർ അബ്ദുൾ ചേർന്നു. ഷമീർ അവിടെ പൊന്നന്റെ വീട്ടിലാണെന്ന് മനസ്സിലാക്കുന്നു. പൊന്നന്റെ സന്തോഷം എത്രയെന്ന് പ്രേക്ഷകരോട് കൂടി അറിയിക്കൂ. തീർച്ചയായും ഷാമിലി, നമ്മൾ പൊന്നൻചേട്ടൻ്റെ വീട്ടിലാണുള്ളത്. പൊന്നൻചേട്ടൻ ഒരു ലോട്ടറി കച്ചവടക്കാരനും കൂടിയാണ്. കയ്യിലിരുന്ന ലോട്ടറിയാണോ അടിച്ചത്? അല്ല, വാങ്ങിച്ചത് ബമ്പറൊന്നും നമ്മളെ കൈ വെച്ചേക്കത്തില്ല. ഇത് വാങ്ങിച്ചുകൊണ്ട് വന്നു. ഞാൻ അന്നേരം തന്നെ പകലിട്ട് ഇവിടെ വന്നു. 1 മാസമായി ഇപ്പോൾ വാങ്ങിച്ചിട്ട്. അത് ഞാൻ പതുക്കെ നെശക്കത്ത് വെച്ച് പൂട്ടിയിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഒരു ബമ്പർ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. എപ്പോഴാണ് ലോട്ടറി അടിച്ചെന്ന് അറിയുന്നത്? ഞാൻ ലോട്ടറി എടുക്കുന്നത് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോഴായി നമ്പർ അടിക്കുന്നത്. അപ്പം ഞാൻ നോക്കിയാൽ കാണാം 13, 56, 52. അത് എൻ്റെ നമ്പരാണല്ലോ. ഞാൻ ഇവിടെ വിളിച്ച് പറഞ്ഞു, നെറ്റിയൊന്നുമില്ല, ഇവിടെ വിളിച്ച് പറഞ്ഞ് ഡേ എനിക്ക് ആ ലോട്ടറി അടിച്ചത് 12 കോടി അടിച്ചെന്ന് പറഞ്ഞായിരുന്നു. ഫസ്റ്റ് അടിച്ചത് എനിക്കാണെന്ന് പറഞ്ഞു. ഇതിൽ ഷാമിലി ഏറ്റവും പ്രധാനപ്പെട്ടത് രാധാമണിയും മകൻ വിനോദുമുണ്ട്. ഇവർ രണ്ടുപേരും ലോട്ടറി കച്ചവടക്കാരാണ്. കിലോമീറ്ററുകൾ നടന്നാണ് ലോട്ടറി കച്ചവടം നടത്തുന്നത്. അമ്മ സന്തോഷമായോ? സന്തോഷമായി. കയ്യിൽ ലോട്ടറി ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്. 3 പേര് ലോട്ടറി കച്ചവടക്കാരാണ്. ഇവര് പോകത്തില്ലായിരുന്നു, ഇവര് വീട്ടിലായിരുന്നു. പിന്നെ എന്നെ വണ്ടി ഇടിച്ച് എൻ്റെ കാലൊടിഞ്ഞ്. അതിനുശേഷം നമ്മൾ പിന്നെ പോയിട്ടില്ല. ഇപ്പൊ അമ്മ ഈ പൈസ കിട്ടി എന്തെങ്കിലും ഇതുണ്ടോ, ആഗ്രഹമുണ്ടോ സഹായം ചെയ്യണോ? നമ്മള് അതൊന്നും തീരുമാനിച്ചിട്ടില്ല. എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടോ, സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടോ? ലോട്ടറി കച്ചവടം ചെയ്തല്ലേ ജീവിക്കുന്നത്. ഇപ്പോഴും കടമെടുത്താൽ വിറ്റുകൊണ്ടിരിക്കുന്ന ടിക്കറ്റ്, ഇപ്പോഴും ലോൺ എടുക്കുന്ന ടിക്കറ്റ് അത് വിറ്റ് കഴിഞ്ഞിട്ട് ആ പൈസ കൊണ്ട് കൊടുക്കുന്നത്. അന്ന് അങ്ങനെ കഴിയാന്ന് നമ്മൾ. ഈ വീട് ജപ്തിയായിരുന്നു 5 വർഷങ്ങൾക്ക് മുമ്പ്. അതായത് നോട്ട് മാറുന്ന സമയത്തിന് നമ്മൾ ലോൺ എടുത്തതാണ്. അത് അടയ്ക്കാൻ പറ്റാതായി. നോട്ട് മാറിയപ്പോൾ ആകെ ചീറ്റി. എൻ്റെ നാത്തൂനാണ് എന്നെ രക്ഷിച്ചത്. 4 ലക്ഷം രൂപ എൻ്റെ നാത്തൂൻ പലിശക്കെടുത്ത് തന്നൊരു പോലീസുകാരൻ അറിഞ്ഞോളാം. ഞങ്ങളുടെ തൊട്ടുപടിയിട്ടേല് ഞാൻ വസ്തു വിറ്റേൻ്റെ തൊട്ടുപടിയിട്ടേല് അവിടുന്ന് പിന്നെ ബാക്കിയെല്ലാം കൂടെ ഒപ്പിച്ച് 5 ലക്ഷത്തി ചില്ലുവാനം രൂപ പേപ്പട്ടി ബുക്കിനും ബാങ്കിൽ കൊണ്ടുവന്ന് അടച്ചത്. ഈ പഞ്ചായത്തിൽ നിന്ന് കാണാൻ വന്നതിന് 5000 രൂപ ഞാൻ വണ്ടിക്കൂലി കൊടുത്തു. പഞ്ചായത്തിൽ ഓഫീസർക്ക് ജിപ്പിക്കാൻ വന്നതായിരുന്നു. കിടക്കുന്നത് പോലീസ് സഹിതം വന്നത് ജിപ്പിക്കാൻ വന്നതാ. അന്ന് ഞാൻ പിന്നെ കൊല്ലത്തൊരു വക്കീലിനെ കണ്ട് അതിൻ്റെ ഇതെല്ലാം കൊടുത്തിട്ടിരുന്നു. ഞങ്ങളുടെ അസുഖങ്ങളും ഇതെല്ലാം എനിക്ക് തലതിരിക്ക് സ്ഥിരമില്ലാതെ വന്ന് ഇദ്ദേഹത്തിന് വയ്യാതിരുന്നു, പിന്നെ മോന് വയ്യാതിരിക്കുമായിരുന്നു. അങ്ങനെ ഇതെല്ലാം വന്ന് ഞാൻ വക്കീലിനെ പോയി കണ്ട് അതിൻ്റെ റെക്കോർഡ് എല്ലാം കൊണ്ട് കൊടുത്ത് എല്ലാ സാമ്പത്തിക ബാധ്യതയും തീർക്കാൻ പറ്റുമല്ലോ. അങ്ങനെ അതില് ലോണ് തീർത്തു, ലോണിന്റെ തീർത്ത്. പിന്നെ അതിന്റെ ചെറിയ കടമുണ്ട്. അതിന്റെ എന്താ പറയുന്നു? സന്തോഷം. അച്ഛനടിച്ചത്. വീട്ടിൽ എത്ര പേരുണ്ട് നിങ്ങൾ? ഞങ്ങൾ 3 പേര് മാത്രമേ ഉള്ളൂ. ഇനി ലോട്ടറി കച്ചവടം നാളത്തെ എടുത്ത് വെച്ചിട്ടുണ്ട്. നാളത്തെ എടുത്ത് വെച്ചേക്കോ. പൊന്നമ്മച്ചേട്ടൻ ലോട്ടറി കച്ചവടം ഇപ്പൊ ഉണ്ടോ? ഇപ്പം പോകുന്നില്ല. ഇപ്പം ഇതിൽ അവിടെ അവർ മുക്കിലിരിക്കുക. അപ്പം അത് ഞാൻ പോകുന്നത് സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഇനി വരും. പിന്നെ ഉച്ചയാകുമ്പോൾ ചെന്ന് അതെടുത്ത് മാറ്റും. അത്രയേ ഉള്ളൂ. ഈ ലോട്ടറി അടിച്ചെന്ന് പറയുമ്പോൾ പിന്നെ ആളുകളൊക്കെ ഇനിയിപ്പോൾ തിരക്കിയ ആളുകളൊക്കെ വരും. സാമ്പത്തിക സഹായം ഞാനിവിടെ നിന്റെ ഒരു കാര്യം പറയാം. ഞാൻ ഇവിടെ വന്ന് 26 വർഷമായി. ഒരു പൈസ ഒരാൾക്കും കൊടുക്കാതെ ആരെയും ഞാൻ മേടിച്ചിട്ടുണ്ട്. ഇത് സഹായത്തിനൊക്കെ ആൾക്കാർ വന്നാലോ? അത് നമ്മൾ അന്നേരം നമ്മൾ എന്താ തീരുമാനിക്കുക അതേണം ചെയ്യുക. അതല്ലാതെ വിനോദ് കടയിലുണ്ടായിരുന്നു. 2 മണി വരെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിനോദിനോട് ചോദിച്ചു വിനോദെ അടിച്ചിട്ടുണ്ടോടാന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു കട്ട് ഇല്ല, അടിച്ചിട്ടില്ലടാന്ന് പറഞ്ഞ്. ഞാൻ എന്നിട്ട് കട്ട് ചെയ്തിട്ട് വീണ്ടും അവനെ ഒന്നുകൂടെ വിളിച്ചു. വിനോദെ അമ്മ ലോട്ടറി മണപ്പള്ളി ഫസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞ് നിനക്ക് അടിച്ചില്ലോടാന്ന് ചോദിച്ചു. അപ്പോൾ അവൻ വീണ്ടും പറയുന്നു അടിച്ചില്ലാന്ന് പറഞ്ഞു. ഞാൻ കട്ട് ചെയ്തിട്ട് വീണ്ടും വിളിച്ചപ്പോൾ അവൻ തന്നെ പറയും അണ്ണാ എനിക്ക് അച്ഛൻ അടിച്ചെന്ന് പറഞ്ഞു. സന്തോഷം. അർഹതപ്പെട്ട കൈകളിൽ തന്നെയാണ് ഇപ്പൊ ഈ ലോട്ടറി കിട്ടിയിരിക്കുന്നത്. ഈ ബമ്പർ അടിച്ചിരിക്കുന്ന അർഹതപ്പെട്ട കയ്യിലാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ പയ്യന്റെ ഈ വിനോദിന്റെയും അവരുടെ അമ്മയുടെയും കൂടെ യാത്ര കണ്ടാലുണ്ടോ, നടത്തം കണ്ടല്ലോ. നമ്മൾ ഈ ലോട്ടറി കച്ചവടം ചെയ്യാൻ പോകുന്ന ആ യാത്ര കണ്ടാല് സത്യം പറഞ്ഞാൽ ആരും ഒന്നും നോക്കിയെന്നു. കാരണം അത്രയ്ക്ക് ദയനീയമാണ്. അപ്പോൾ അവർക്ക് ഒരുപാട് ബാധ്യതകൾ പെടുന്നുണ്ട്. ആ ബാധ്യതയൊക്കെ തീർന്നിരിക്കുകയാണ്. അർഹതപ്പെട്ട കൈകളിൽ തന്നെയാണ് ഭഗവാൻ അത് എത്തിയിരിക്കുന്നത്. അതിന് ഞങ്ങൾ നരസിംഹസ്വാമിയോട് പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹം അവർക്ക് കിട്ടിയത് തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്.
തീർച്ചയായിട്ടും ഷാമിലി, ഇത് അർഹതപ്പെട്ട കൈകളിലേക്ക് തന്നെയാണ് കിട്ടിയിരിക്കുന്നതെന്നാണ് പറയുന്നത്. എന്തായാലും വലിയ സന്തോഷത്തിലാണ് നാട്ടുകാരടക്കമുള്ള ആളുകൾ ഈ വീട്ടിലുണ്ട്. എന്തായാലും ഈ സാമ്പത്തിക ബാധ്യതയൊക്കെ തീർക്കാൻ വേണ്ടി ഈ പണം ഉപയോഗിക്കുമെന്നാണ് അവർ പറയുകയും ചെയ്യുന്നത്. ശരി ഷമീറെ, വലിയ സന്തോഷത്തിലാണ് അവർ. ഈ പറയുന്നത് പോലെ അർഹതപ്പെട്ട കൈകളിൽ തന്നെയാണ് എത്തിയതെന്നാണ് നമുക്കും അത് കേൾക്കുമ്പോൾ തോന്നുന്നത്. കാരണം അവർക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. അതൊക്കെ ഇനി അവർക്ക് ഈ ലോട്ടറി ലഭിച്ചതിലൂടെ, ലോട്ടറി അടിച്ചതിലൂടെ, വിഷു ബമ്പർ ലഭിച്ചതിലൂടെ അതൊക്കെ പൂർത്തിയാക്കാനാകും എന്ന് തന്നെയാണ് തോന്നുന്നത്. വലിയ പ്രതീക്ഷയിലാണ് കുടുംബം, അച്ഛനും അമ്മയും മകനും അടങ്ങുന്ന ആ കുടുംബം.